കാശിനെ കൊണ്ട് തരുന്നതാണ് എന്നെയൊക്കെ പണിക്ക് വിളിച്ചത്. മര്യാദ തേക്കണം, അല്ല കണ്ണാടി പോലെ തരണം, അതുപോലെ പോലീസിനെ വെക്കണം. മനസ്സിലായോ? കേക്കത്തില്ല. അതല്ലോ വരച്ചേ. ആ നോക്കട്ടെ, കൊള്ളാം. നല്ല കണ്ണാടി പോലെ തരണം. ഹലോ, ഇതെന്റെ വൈഫാണ്. ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ വൈഫാണ്. അറിയാ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒരു അതിഥി വരുമ്പോ ഒരു ചായ കൊടുക്കണ്ടേ? അതൊരു മര്യാദ വേണ്ടേ? ഒരു പണിക്കാരനല്ലേ വന്നിരിക്കുന്നത്, ഒരു ചായ ഒക്കെ കൊടുക്കണ്ടേ? ഒരു ചായ എടുത്തുണ്ടോ? ഞാൻ ഒരു സംസാര പ്രിയൻ. എന്റെ പേരെന്താണ്? എന്റെ പേര് പ്രിയൻ. ഞാൻ സൂയിലാണ്. മൃഗശാലയിലാണ്. ഏത് കൂട്ടില്? കൂട്ടിലല്ല, ഞാൻ മൃഗശാലയിലെ ജീവനക്കാരനായിരുന്നു. ഇപ്പൊ ആ പണി പോയി. ഇപ്പൊ ഞാൻ പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലാണ് പണി ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റാ? പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലാണ്. പറയ്, ഏത് ഡിപ്പാർട്ട്മെന്റാ? ഈ പണിയിൽ പോകുന്ന ലക്ഷണമാണ്. മനസ്സിലാവുന്നില്ല. PWD ആണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഞാൻ ആ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? താങ്കൾക്ക് ഒരു സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൂടായിരുന്നു? ഒരുപാട് ശ്രമിച്ചതാണ് ചേട്ടാ. അതൊക്കെ ഒരു കഥയാണ്. അല്ല, പണി നടക്കട്ടെ. അല്ല, എനിക്ക് നഷ്ടമാണ്. പണി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫാമിലിയൊക്കെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. കഴിച്ച് കല്യാണമല്ല, ഈ ചായ കഴിക്കാൻ. എന്തിനാ ചേട്ടാ ഇങ്ങനെ പണിക്ക് വന്നവരോടൊക്കെ സംസാരിക്കുന്നത്? അകത്ത് പോകാം. അവർ പണിക്ക് വന്നെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരല്ലേ? ഇങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറുന്നത്. നല്ല വള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വളരെ കാര്യം മേടിച്ചു കൊടുത്താന്നറിയാമോ? ഇല്ല. പറയട്ടെ, ഇവിടെ അമ്മാവും മേടിച്ചു കൊടുത്ത പോലെ. ഈ വള മാത്രമല്ല, ഈ മാച്ചി, ഇവിടെ കാലേ കിടക്കുന്ന പാസ്, ഇതെല്ലാം ഡെറാവുന്നുള്ള ഇവിടെ അമ്മാവ് മാറ്റി കൊടുത്താണ്. ഭയങ്കര സ്നേഹമാണ് അവളോട് അമ്മാവിന്. അമ്മാവന് ഇവപ്പായിട്ട് കാശ് മുടക്കി അമ്മാവന്റെ ഊപ്പാട് പരിപ്പ് വളഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയാനെന്താ? താങ്കളാണ് കല്യാണം കഴിക്കേണ്ടത്. എന്റെ സാറേ, എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു പെൺകുട്ടിനെ 3-3.5 വർഷമായിട്ട് സ്നേഹിച്ചു. എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ നമ്മൾ വെയിറ്റിംഗ് പണിക്കാരനാണല്ലോ. നമ്മളെ കാലത്തൊക്കെ പോയി. നമുക്ക് അകത്തോട്ട് പോകാം. നിന്റെ കൂട്ടുകാരികളോ ഇതേപോലത്തെ സ്വഭാവം ഉള്ളത്? നിനക്കങ്ങനെ സ്വഭാവം ഉള്ളത് എനിക്കറിയാം. കാരണം ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. കാരണം ഇവിടെ കൂട്ടുകെട്ട് വളർത്തിയതാണ്. ഇവരുടെ പെണ്ണാണ്, പക്ഷെ വിളിക്കുകയാണ്. എന്നിട്ട് ബാക്കി പറഞ്ഞില്ല. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു 3-3.5 വർഷം ഞാൻ അവിടെ സ്നേഹിച്ചു. ഞാൻ അവർക്ക്